ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ബറാത്തൊക്കെ ആവാറായല്ലേ? ബറാത്തിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെ പായസങ്ങളാണ് സ്പെഷ്യൽ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ തലശ്ശേരിയിലൊക്കെ ഒന്നുകിൽ കായ്ക്കറി അല്ലെങ്കിൽ ഗോതമ്പും പരിപ്പും ഇട്ടിട്ടുള്ള ഈ ഒരു പായസം ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഗോതമ്പ് ഒരു 3 മണിക്കൂർ മുന്നേ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഗോതമ്പ് എടുത്തിട്ടുള്ളത് ഈ ഒരു നമ്മുടെ അൽസ ഗോതമ്പില്ലേ, അല്ലെങ്കിൽ ഹരീസിൻ്റെ ഗോതമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു ഗോതമ്പ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഒരു 3 മണിക്കൂറോളം കുതിർത്ത് വെക്കാം. കുതിർക്കാതെ നമുക്ക് ഈ ഒരു പായസം റെഡിയാക്കാം. പക്ഷേ കുതിർക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും. കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ ആയതിനു ശേഷം അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം മൊത്തത്തിൽ ഊറ്റി കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഗോതമ്പ് മാത്രമായിട്ട്. ഇനി ഈ ഒരു ഗോതമ്പ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 2 ബൗളിലായിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 2 വലിയ തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലാണ് 1-ാം പാലും 2-ാം പാലും ആക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ചത്. ഈ ഒരു വലിയ ബൗളിലുള്ള പാല് 5 കപ്പ് 2-ാം പാലാണ് എടുത്ത് വെച്ചിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ബൗളിലുള്ളത് 2 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഈ ഒരു കുക്കറിലേക്ക് ആദ്യം തന്നെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 5 കപ്പ് 2-ാം പാല്. അതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഉപ്പ് ഒരുപാട് കൂടരുത് കേട്ടോ, ചെറുതായിട്ട് മാത്രം മതി. എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാനിതാ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 4 വിസിൽ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ ഈ ഒരു ഗോതമ്പ് വേവാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിലടിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ പോകുന്ന വരെ അവിടെ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനെടുത്തിട്ടുള്ള ഈ ഒരു ഗോതമ്പിൽ 4 വിസിലേ വേണ്ടുള്ളൂ. ചില ഗോതമ്പിൽ ഒരു 5-6 ഒക്കെ വേണ്ടി വരും കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നോക്കിയിട്ട് മാറ്റം വരുത്തണേ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പായസത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ ഗോതമ്പ് ഓവറായിട്ട് വെന്തുടഞ്ഞ് അലിയിച്ചിട്ട് എടുക്കരുത് കേട്ടോ. നല്ല പാകമായിട്ടുള്ള വേവ് തന്നെ എടുക്കാൻ നോക്കണേ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് കടലപ്പരിപ്പാണ് കേട്ടോ. നമ്മൾ വടയൊക്കെ ചുടുന്ന പരിപ്പില്ലേ, അതാണ് വേണ്ടത് പായസത്തിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുത്ത് അതിൻ്റെ നേരെ പകുതി. ഞാൻ ഇപ്പോൾ 1/2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1.5-2 കപ്പിൻ്റെ അടുത്തായിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും കൂടേണ്ട. പിന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പ് കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഒന്ന് ടേസ്റ്റ് ബാലൻസിന് മാത്രം മതിയേ. പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടിപ്പോകരുത്. എന്നിട്ട് ഇതാ ഞാൻ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിൽ മതി കേട്ടോ. പിന്നെ ചില പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഒരു വിസിലടിച്ചാലും മതി. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതിയേ. ഇനിയിപ്പോൾ ഇതാ 2 വിസിലടിഞ്ഞതിന് ശേഷം ഇതും അവിടെ മാറ്റി വെക്കാം. അതിനിടയിൽ ഇതാ നമ്മുടെ ഗോതമ്പ് നേരത്തെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചതായിരുന്നേ. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുമുണ്ട്. നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പായസത്തിലേക്കുള്ള കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പായസത്തിൻ്റെ മിക്സിംഗ് പരിപാടി നോക്കാം. ഞാൻ ഇതാ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ആദ്യം തന്നെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഇതാ നമ്മുടെ കടലപ്പരിപ്പും കൂടി 2 വിസിലടിഞ്ഞതിന് ശേഷം ഞാൻ പ്രഷർ പോയ ഉടനെ തന്നെ അടുപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റ് പാകമായിട്ട് വെന്തിട്ടുണ്ട്. കടലപ്പരിപ്പ് ഓവർ വെന്തുടയരുത്. നമുക്ക് ഈ പായസത്തിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറൊക്കെ വരിക കേട്ടോ. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പ് ഒഴിച്ചിട്ടുള്ള ആ ഒരു പാനില്ല, ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. നിങ്ങൾക്ക് ഓവറായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിടുക. കാരണം ചിലവർക്ക് പായസത്തിലൊക്കെ ഭയങ്കര ഓവർ മധുരം ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ഇതിൽ കുറക്കണ്ട കേട്ടോ, ഇത് കറക്റ്റാണ് മധുരം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഒരു പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. അപ്പോൾ ഒന്നുകൂടി ലൂസായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഗോതമ്പ് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും കൂടി മെൽട്ടാകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ലൂസായിട്ട് കിട്ടിക്കോളൂ. അങ്ങനെ ഇതാ ഇപ്പോൾ നമ്മുടെ പായസം നോക്കി ഒന്നങ്ങ് മെൽട്ടായിട്ട് പഞ്ചസാരയൊക്കെ മെൽട്ടായി കുറച്ചൊന്ന് ലൂസായില്ലേ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ആ ഒരു വെള്ളത്തോട് കൂടി മൊത്തത്തിലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സായി കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മൾ ഈ ചേർത്തിട്ടുള്ള പഞ്ചസാര ഈ ഒരു ഗോതമ്പിലും കടലപ്പരിപ്പിലും ഒന്ന് പിടിച്ച് കിട്ടണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ.
അങ്ങനെ ഇതൊരു 4-5 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് ഇട്ടിട്ട്, എന്നിട്ട് ആ ഒരു മധുരം നമ്മുടെ ഗോതമ്പിലും പരിപ്പിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടണം. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടെ. കാരണം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അത്യാവശ്യം ഈ ഒരു രീതിയിൽ തിക്കാവണം കേട്ടോ നമ്മുടെ പായസം. എന്നിട്ട് മാത്രമേ ഒന്നാം പാൽ ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ മുന്നേ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലൂസായി പോകും പായസം. അങ്ങനെ ഇതാ ഒന്നങ്ങ് നല്ലപോലെ തിക്കായി വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചിട്ടില്ല 2 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ലൂസും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കാരണം ഇനി ഇത് കുടിക്കാൻ നേരത്തേക്ക് ഒന്നുകൂടി അങ്ങ് തിക്കായിക്കോളും കേട്ടോ. ഈ ഒരു പായസം എന്ന് പറയുന്നത് സാധാരണ ലൂസായിട്ടുള്ളൊരു പായസമല്ല, അത്യാവശ്യം നല്ല കട്ടിയോട് കൂടിയിട്ടൊക്കെ ഒരുക്കി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതാ ഇതിലേക്ക് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒന്നാം പാൽ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് ഒഴിക്കണേ, കാരണം പാൽ പെട്ടെന്ന് പിരിഞ്ഞ് പോവും ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഇത് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു തിള വരാൻ തുടങ്ങുമല്ലോ, ആ ഒരു സമയത്ത് എല്ലാ ഭാഗത്തുനിന്നും ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. കാരണം ഒന്നാം പാൽ ഒഴിച്ചതിന് പിന്നെ ഒരുപാട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റും നഷ്ടപ്പെടും, പാല് പിരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറക്റ്റ് തിക്നെസ്സും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കൊടുക്കാൻ, ഒരു ഫ്ലേവർ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു പായസത്തിൽ ഞാൻ പൊതുവേ ചെയ്യാറുണ്ട്. കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതിയിട്ട്. ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇടയ്ക്കൊന്ന് അണ്ടിപ്പരിപ്പൊക്കെ കടിക്കുന്ന സമയത്ത്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം പായസം കുടിച്ചാൽ മതി കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടുക. അങ്ങനെ ഇതാ ഞാൻ പായസം സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഒന്നുകൂടി അങ്ങ് തിക്കായി വന്നില്ല. ഇതാണ് കറക്റ്റ് ടെക്സ്ചർ. കാരണം ഫ്ലെയിം ഓഫ് ചെയ്തുമ്പോൾ ഇത്ര തിക്നെസ് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇപ്രാവശ്യത്തെ ബറാത്തിനൊന്നും ഇതന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കായ്ക്കറി ഏതാണ് ഇഷ്ടമുള്ളത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഗോതമ്പും പരിപ്പ് കൂട്ടിയിട്ടുള്ള തലശ്ശേരി സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്